നിങ്ങളുടെ സിവിൽ സർവീസ് പഠനം എല്ലാ ദിവസവും ഒരു മെൻറ്റർ മോണിറ്ററിങ് ചെയ്ത് കറക്റ്റ് ഒരു ഇവാലുവേഷൻ തന്ന് നിങ്ങളെ വ്യക്തമായ രീതിയിൽ ഡെയിലി മോണിറ്ററിങ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രോഗ്രാമാണ് ഡെയിലി ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ സിവിൽ സർവീസ് പഠനത്തിൽ തടസ്സമായി നിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമുക്ക് ഒരേ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്ലാനിങ് തയ്യാറാക്കി ആ പ്ലാനിങ് പ്രകാരം പഠിക്കാൻ പറ്റാതിരിക്കുകയും ആ ഒരു മോട്ടിവേഷൻ നിലനിർത്തിക്കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ പല ആളുകളും ഈ മേഖല നേരിടുന്നതായിരിക്കും. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇൻഡിവിജ്വൽ മെൻറ്ററിങ്ങിൽ തന്നെ ഡെയിലി ഇൻഡിവിജ്വൽ മെൻറ്ററിങ് പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മെൻറ്റർ ഡെയിലി മോണിറ്ററിങ് ചെയ്യും. നിങ്ങൾക്ക് ഒരു വീക്ക്ലി ഫസ്റ്റ് ഓൾറെഡി ഒരു 1 ഇയർ സ്ട്രാറ്റജി തരും. ആ സ്ട്രാറ്റജിയെ മന്ത്ലി പ്ലാനിങ് ആക്കി മാറ്റിയിട്ട് അതിനെ വീക്ക്ലി ടാർഗറ്റ് ആക്കി മാറ്റിയിട്ട് ഡെയിലി പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഡെയിലി നിങ്ങൾ പഠിക്കേണ്ട പോർഷൻസ് ഡിവൈഡ് ചെയ്ത് തന്ന് ആ പോർഷൻസ് നിങ്ങൾ പഠിച്ചോ എന്നുള്ളത് ഡെയിലി നിങ്ങൾ മോണിറ്ററിങ് ചെയ്ത് ടെസ്റ്റുകളിലൂടെയും നിങ്ങൾ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടും നിങ്ങൾ മോണിറ്ററിങ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോഗ്രാമാണ് ഡെയിലി മെൻറ്ററിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. എങ്ങനെയാണ് ആ പ്രോഗ്രാം വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പൂർണ്ണമായിട്ട് കേൾക്കുക. നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാനുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കുറഞ്ഞ ആളുകൾക്കാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി മെൻറ്ററിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രിപ്പറേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ ബുദ്ധിമുട്ട് പലപ്പോഴും നേരിടുന്നുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങും. 1, 2, 3, 4 ദിവസം പോകും. മാക്സിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് അത്യാവശ്യം നന്നായിട്ട് പോകും. അത് കഴിഞ്ഞ് അങ്ങനെ പിന്നോട്ടടിച്ച് പഠനം ബാക്കാവുക, മടി വരിക, ഓർമ്മ കിട്ടാതിരിക്കുക, റിവിഷൻ മറന്നു പോവുക, അല്ലെങ്കിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോവുക. അത്തരത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ ബാക്കോട്ട് അടിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നിങ്ങളെന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ ഫസ്റ്റ് പഠിച്ച 1 മാസം പഠിച്ച രീതിയിൽ തന്നെ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഫസ്റ്റ് പഠിച്ച 1 മാസത്തിൽ നിങ്ങൾക്ക് അതുപോലെ ഇത് കൊണ്ടുപോകാൻ പറ്റാത്തതെന്ന് പറയുന്നത് ആ ഒരു മോട്ടിവേഷൻ ഫസ്റ്റ് ഉള്ള നമുക്കൊരു ഇന്നർ മോട്ടിവേഷൻ ഉണ്ട്. ഓക്കെ, ആ സെൽഫ് മോട്ടിവേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ തന്നെ പഠനം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒന്നാമതായി ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാം. ഡെയിലി നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡെയിലി മോട്ടിവേഷൻ കഥകൾ പറഞ്ഞു തരാനാവണമെന്നില്ല. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഒരാൾ മോണിറ്ററിങ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി അയാൾക്ക് ഇത്ര പോർഷൻസ് പഠിക്കാൻ വേണ്ടി പറയുന്നു, അത് നമ്മൾ പഠിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ വരെ നമുക്ക് എന്ത് ചെയ്യും, ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് നേടാൻ പറ്റുന്നുള്ള ആ ഒരു വാക്ക് മതിയാവും നമുക്ക് മോട്ടിവേഷൻ കിട്ടാൻ. അപ്പം അത്തരത്തിൽ നിങ്ങൾ ഡെയിലി മോട്ടിവേറ്റ് ചെയ്ത്, ഒരു മോട്ടിവേഷൻ മാത്രമല്ല പഠനം നടക്കണം നന്നായിട്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ മന്ത്ലി പ്ലാനിങ് തയ്യാറാക്കി എന്തൊക്കെ ഒരു മന്ത് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള മുൻകൂട്ടി തീരുമാനിക്കും. എന്നിട്ട് അത് നമുക്ക് ഓരോ വീക്കിലായിട്ടുള്ള ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അതിൽ തന്നെ മന്ത്ലി ഇത്ര ദിവസം റിവിഷന് വേണ്ടി പ്രത്യേകം മാറ്റി വെക്കും. ആ വീക്കിലി ചെയ്യുന്നത് തന്നെ ഡെയിലി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഡെയിലി നാളത്തേക്ക് ചെയ്യാനുള്ള വർക്കുകൾ നിങ്ങൾക്ക് തരും. അതിൽ GS ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, NCERT ഉണ്ടാവും, ഓപ്ഷനിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരും, ആൻസർ റൈറ്റിംഗ് ഉണ്ടാവും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും, അതങ്ങനെ എല്ലാം സിസാറ്റിൻ്റെ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തി ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി തലേ ദിവസം പറഞ്ഞു തരികയും അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അത് നിങ്ങൾക്ക് ആൻസർ ചെയ്താനുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളെ ആ ദിവസം ഒരു സമയം നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളെ വിളിച്ച് മെൻറ്ററിങ് നടത്തും. ഓക്കെ, ആ വീക്കിലി ആ ഡെയിലി ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം കംപ്ലീറ്റ് ആയി, എത്രയൊക്കെ കംപ്ലീറ്റ് ആയില്ല, എവിടെയൊക്കെ ഡൗട്ട്സ് ഉള്ളത് ആ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾ മോണിറ്ററിങ് ചെയ്ത് നിങ്ങൾ വ്യക്തമായ ട്രാക്കിലൂടെയാണോ പോകുന്നത് നോക്കുന്ന പ്രോഗ്രാമാണ് ഡെയിലി മെൻറ്ററിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇനി ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും വെള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇത് കൂടാതെ വീക്കിലി മെൻറ്ററിങ് നടക്കുന്ന വേറെ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ UPSCയുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രോഗ്രാം, ക്രാഷ് കോഴ്സുകൾ, സിസാറ്റിൻ്റെ ക്ലാസ്, കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്, ടെസ്റ്റ് സീരീസ്, ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാം, ഇത്തരത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിലാണ് എല്ലാം ചെയ്യുന്നത്. ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവരുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നല്ല കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട്
മോട്ടിവേഷനോട് കൂടി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക, എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ, അവർ ലക്ഷ്യങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ.